നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കോൺഗ്രസിനെയും UDF-നെയും വീണ്ടും ആഭ്യന്തര കലഹത്തിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പുതിയ നീക്കം. തിരുവനന്തപുരം സെൻട്രൽ നിയമസഭാ സീറ്റ് ഘടകകക്ഷിയായ CPMക്ക് വിട്ടു നൽകുമെന്ന സതീശന്റെ ഉറപ്പാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ ശക്തമായ അസ്വസ്ഥതയ്ക്കും തുറന്ന എതിർപ്പിനും വഴിവെച്ചിരിക്കുന്നത്. CMP ജനറൽ സെക്രട്ടറി CP ജോണിന് തിരുവനന്തപുരം സെൻട്രൽ സീറ്റ് നൽകുമെന്ന ധാരണ KPCCയോടോ UDF നേതൃത്വത്തോടോ ചർച്ച ചെയ്യാതെയാണ് VD സതീശൻ നടത്തിയതെന്നാണ് ഉയർന്ന പ്രധാന ആരോപണം. പാർട്ടിയെ മറികടന്ന് സ്വന്തം രാഷ്ട്രീയ കണക്കുകൂട്ടലുകൾക്കനുസൃതമായി തീരുമാനങ്ങൾ എടുക്കുന്ന സതീശന്റെ ശൈലി വീണ്ടും കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CMP മത്സരിച്ച നെന്മാറയ്ക്ക് പകരമായി കോഴിക്കോട് കുന്നമംഗലവും തിരുവനന്തപുരം സെൻട്രലും ആവശ്യപ്പെട്ട് CP ജോൺ രംഗത്തെത്തിയപ്പോഴാണ് സതീശൻ ഈ ധാരണയിലെത്തിയത്. എന്നാൽ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായി കണക്കാക്കുന്ന തിരുവനന്തപുരം സെൻട്രൽ സീറ്റ് വിട്ടു നൽകാൻ കഴിയില്ലെന്ന നിലപാടിലാണ് ജില്ലയിലെ മുതിർന്ന നേതാക്കൾ. മുൻമന്ത്രി VS ശിവകുമാറും KC വിഭാഗം നേതാവ് മണക്കാട് സുരേഷും മണ്ഡലത്തിൽ മത്സരിക്കാൻ ഉറച്ചു രംഗത്തുണ്ട്. ഇതിനു പുറമെ KPCC വൈസ് പ്രസിഡന്റ് T ശരത്ചന്ദ്ര പ്രസാദും നേരത്തെ തന്നെ മണ്ഡലത്തിൽ ഓട്ട കണ്ടിട്ടിരുന്നു. കഴിഞ്ഞ 4 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് മത്സരിച്ച സീറ്റാണിതെന്നും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തീരദേശ മേഖലയിൽ പാർട്ടി മികച്ച മുന്നേറ്റം നടത്തിയതുമാണ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് സതീശന്റെ ഒറ്റയാൻ പോക്ക് കോൺഗ്രസിന്റെ സംഘടനാ ഘടനയെയും ഗ്രൂപ്പ് സമതുലിതാവസ്ഥയെയും ചോദ്യം ചെയ്യപ്പെടുന്നത്. KPCCയെയും UDF ഘടക കക്ഷികളെയും അവഗണിച്ചെടുത്ത തീരുമാനങ്ങൾ മുൻപും പലപ്പോഴും വിവാദമായിട്ടുണ്ടെന്നും അതാണ് ഇപ്പോൾ വീണ്ടും പാർട്ടിക്കുള്ളിലെ പൊട്ടിത്തെറിക്ക് കാരണമായതെന്നും നേതാക്കൾ തുറന്നടിക്കുന്നുണ്ട്. വിവാദം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലേക്കും പടർന്നിരിക്കുകയാണ്. കോൺഗ്രസിന്റെ സൈബർ ഗ്രൂപ്പുകൾ തമ്മിൽ ചേരതിരിഞ്ഞുള്ള പോരാട്ടമാണ് നടക്കുന്നത്. 2011ലും 2016ലും മണ്ഡലത്തിൽ വിജയിച്ച VS ശിവകുമാറിന് അനുകൂലമായ ഒരു വിഭാഗവും CP ജോണിന് പിന്തുണ നൽകുന്ന മറ്റൊരു വിഭാഗവുമാണ് ഓൺലൈൻ രംഗത്ത് ഏറ്റുമുട്ടുന്നത്. ന്യൂനപക്ഷ സമുദായങ്ങൾക്കിടയിലും തീരദേശ മേഖലകളിലും VS ശിവകുമാറിന് ശക്തമായ പിന്തുണയുണ്ടെന്ന് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ അവകാശപ്പെടുമ്പോൾ കോൺഗ്രസിൽ പുതുമുഖങ്ങൾക്ക് അവസരം നൽകണമെന്ന ആവശ്യമുയർത്തി മറ്റൊരു വിഭാഗവും രംഗത്തുണ്ട്. എന്നാൽ ഈ അഭിപ്രായങ്ങളും മറികടന്ന് സതീശൻ മുന്നോട്ട് വെക്കുന്ന ഏകപക്ഷീയ ധാരണയാണ് കോൺഗ്രസിനെ വീണ്ടും പ്രതിരോധത്തിലാക്കുന്നത്. പ്രതിപക്ഷ നേതാവായി ചുമതലയേറ്റ ശേഷം പാർട്ടിക്കുള്ളിൽ ഐക്യം ഉറപ്പാക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്ന വിമർശനം VD സതീശൻ നേരത്തെ തന്നെ നേരിടുന്നുണ്ട്. ഗ്രൂപ്പ് രാഷ്ട്രീയത്തെ നിയന്ത്രിക്കാനാകാത്തതും ഘടക കക്ഷികളെ തൃപ്തിപ്പെടുത്താനുമുള്ള നീക്കങ്ങൾ കോൺഗ്രസ് നേതാക്കളെ അകറ്റുന്നതുമാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിയുടെ ആഴമുള്ള കാരണം. ഈ സാഹചര്യത്തിൽ തിരുവനന്തപുരം സെൻട്രൽ സീറ്റ് വിവാദം ഒരു സീറ്റ് തർക്കം മാത്രമല്ല, മറിച്ച് VD സതീശന്റെ നേതൃശൈലിക്കെതിരായ തുറന്ന അവിശ്വാസ പ്രകടനമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് അടുക്കുന്ന വേളയിൽ ഇത്തരം ആഭ്യന്തര കലഹങ്ങൾ കോൺഗ്രസിനും UDF-നും നൽകുന്ന രാഷ്ട്രീയ ക്ഷതം എത്രമാത്രമാവുമെന്നതാണ് ഇനി ഉയരുന്ന പ്രധാന ചോദ്യം.